നമസ്കാരം. അസീം മുനീറിനെ ചീമുട്ടയെറിഞ്ഞു പാകിസ്ഥാനികൾ. പാകിസ്ഥാനികളെ വഞ്ചിച്ച അസീം മുനീറിനെ, അല്ലെങ്കിൽ വഞ്ചിക്കുന്ന അസീം മുനീറിനെ ചീമുട്ടയല്ലാതെ പിന്നെ ബോംബെറിഞ്ഞു കൊല്ലാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ബാക്കിയുണ്ട്. കാരണം അത്തരത്തിലുള്ള പ്രവൃത്തികളും പ്രവണതകളുമാണ് അസീം മുനീർ അവിടെ നടപ്പാക്കി വരുന്നത്. ഒരു രാജ്യത്തിന്റെ ജനങ്ങളെ ഇത്തരത്തിൽ പറ്റിക്കുന്ന, ചതിക്കുന്ന മറ്റൊരു നേതാവോ അല്ലെങ്കിൽ മറ്റൊരു സൈനിക ഉദ്യോഗസ്ഥനോ അവിടെ ഉണ്ടാകില്ല. കാരണം ഈ സൈനിക ഉദ്യോഗസ്ഥൻ പ്രസിഡന്റിനോടൊപ്പം നിൽക്കുന്ന എല്ലാ തരത്തിലുമുള്ള പരിഗണനകളും ലഭിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ എന്താണ് സംഭവം? ഗാസയിലെ ഹമാസിനെ തളയ്ക്കാൻ പാകിസ്ഥാൻ പട്ടാളക്കാരെ അയക്കുന്ന കരാറിൽ ഒപ്പുവെക്കുവാൻ അസീം മുനീർ തയ്യാറെടുക്കുന്നു. ഇതോടുകൂടി അസീം മുനീർ എന്താണ്, അസീം മുനീറിന്റെ വാദങ്ങൾ എന്താണ്, അസീം മുനീർ ആരാണ് എന്നൊക്കെ വളരെ കൃത്യമായി പാകിസ്ഥാനികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇത്രയും കാലം പാകിസ്ഥാൻ എന്ന രാജ്യത്തെ മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ നിലകൊള്ളുന്ന നേതാവ് എന്ന നിലയിലാണ് കർക്കശ നിലപാടുള്ള പാകിസ്ഥാന്റെ പട്ടാള മേധാവിയായിട്ടുള്ള അസീം മുനീറിന് വലിയ സ്വീകാര്യതയൊക്കെ ആ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കുവാൻ അയാൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴിതാ തന്റെ മൂന്നാമത്തെ US യാത്രയ്ക്ക് ഒരുങ്ങുന്നു. അസീം മുനീർ പാകിസ്ഥാൻകാരെ വഞ്ചിക്കുന്ന ഒരു കരാറിൽ ഒപ്പുവെക്കുവാനാണ് ട്രംപിനെ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇസ്രായേൽ ഹമാസ് സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ഗാസയിൽ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാരെ നിയോഗിക്കുവാനുള്ള ട്രംപിന്റെ തീരുമാനം അനുസരിച്ച് പാകിസ്ഥാൻ പട്ടാളക്കാരെ ഗാസയിലേക്ക് അയക്കുവാൻ സമ്മതിക്കുന്ന കരാറിലാണ് അസീം മുനീർ ഒപ്പുവെക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഈ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ നിലകൊള്ളുന്ന നേതാവ്, കർക്കശ നിലപാടുള്ള പാകിസ്ഥാന്റെ പട്ടാള മേധാവിയൊക്കെ ആയിരുന്നു അസീം മുനീർ എന്ന്. അതേ അസീം മുനീറാണ് ഇപ്പോൾ ഈ ഇസ്രായേൽ ഹമാസ് സമാധാനം പുനഃസ്ഥാപിക്കുവാൻ ഗാസയിൽ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാരെ നിയോഗിക്കുവാനുള്ള ട്രംപിന്റെ തീരുമാനം അനുസരിച്ചിട്ട് ആ പാകിസ്ഥാൻ പട്ടാളക്കാരെ ഗാസയിലേക്ക് അയക്കാൻ വേണ്ടി സമ്മതിക്കുന്ന ഒരു കരാറിലേക്ക് ഒപ്പുവെക്കാൻ പോകുന്നത്. സത്യത്തിൽ മുസ്ലിങ്ങളെ മാത്രമല്ല, പാകിസ്ഥാൻ ജനതയെ സമ്പൂർണ്ണമായിട്ട് പറ്റിക്കുകയാണ്. ഗാസയിലെ ഹമാസിനെ പോലും നിലയ്ക്ക് നിർത്തേണ്ട ഉത്തരവാദിത്തം പാക് പട്ടാളക്കാർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കുന്നു. അത് ട്രംപിന്റെ ബുദ്ധി. അപ്പോൾ മുസ്ലിമിനെതിരായിട്ടുള്ള സൈന്യമായിട്ട് പാകിസ്ഥാൻ സൈന്യം മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് അസീം മുനീർ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇത് പാകിസ്ഥാനികൾക്കിടയിൽ അസീം മുനീറിന് വളരെ വലിയ ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? പാകിസ്ഥാനിൽ നിന്ന് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ മറ്റ് അയൽ രാജ്യങ്ങളിലേക്കോ, അല്ലെങ്കിൽ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്കോ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്കോ, അല്ലെങ്കിൽ റഷ്യയിലേക്കോ ഒക്കെ യാത്രകൾ നടത്തും. നയതന്ത്ര യാത്രകളായിരിക്കാം, വ്യാപാര യാത്രകളായിരിക്കാം, അല്ലെങ്കിൽ ഹ്രസ്വ സന്ദർശനങ്ങളായിരിക്കാം, സൗഹൃദ യാത്രകളായിരിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അത് പക്ഷേ പോകുന്നത് രാജ്യത്തിന്റെ പരമോന്നത അധികാരികൾ മാത്രമാണ് അത്തരത്തിൽ പോകാൻ കഴിയുന്നത്. ഒരിക്കലും സൈനിക ഉദ്യോഗസ്ഥരൊന്നും ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ നടത്താറില്ല. പക്ഷേ ഇവിടെ പാകിസ്ഥാനിൽ ഈ സൈനിക ഉദ്യോഗസ്ഥനാണ് എല്ലാത്തിനും മുകളിൽ. പ്രസിഡന്റിനും പ്രധാനമന്ത്രിയും ഒക്കെ, അവർക്കൊക്കെ മുകളിൽ പാകിസ്ഥാനിൽ അസീം മുനീർ എന്ന് പറയപ്പെടുന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് ഒന്നാമൻ. അതുമാത്രമല്ല, US-ഉമായിട്ടുള്ള യാത്രകൾക്കും US-ഉമായിട്ടുള്ള കരാറുകൾക്കും ഒക്കെ ഇടപെടുന്നത് പോലും ഈ പാകിസ്ഥാനിയായിട്ടുള്ള അസീം മുനീറാണ്. പക്ഷെ പാകിസ്ഥാനിയായിട്ടുള്ള അസീം മുനീറിന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പാകിസ്ഥാൻ ജനതയെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ മുസ്ലിങ്ങളുടെ ഒക്കെ രക്ഷാധികാരി, അല്ലെങ്കിൽ അവരുടെ നേതാവ്, അവരുടെ താല്പര്യമൊക്കെ സംരക്ഷിക്കുവാൻ നിലകൊള്ളുന്ന നേതാവ് എന്നുള്ള രീതിയിലൊക്കെ കർക്കശ നിലപാടുകളുള്ള ഒരു പാകിസ്ഥാന്റെ പട്ടാള മേധാവി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന അസീം മുനീർ, ആ വലിയ സ്വീകാര്യതയൊക്കെ ഉണ്ടായിരുന്ന അസീം മുനീർ ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കാരണം ട്രംപിനെ കാണാൻ പോകുമ്പോൾ ട്രംപിനോടൊപ്പം നമുക്ക് ട്രംപ് സ്വീകരിക്കുന്ന നടപടികൾക്ക് ഏറാൻ മൂളുന്ന ഒരു തരം താണ വ്യക്തിയായി ഇയാൾ മാറുന്നു. പാകിസ്ഥാനിൽ എന്താണ് അപ്പോൾ സംഭവിക്കുന്നത്? പാകിസ്ഥാനിൽ വീണ്ടും പട്ടാള ഭരണം ഉണ്ടാകുന്നു. പാകിസ്ഥാനിലെ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും ഒക്കെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അസീം മുനീർ എന്ന് പറയപ്പെടുന്ന പാകിസ്ഥാനി സൈനിക ഉദ്യോഗസ്ഥൻ അവിടുത്തെ ഭരണം ഏറ്റെടുക്കുന്നു. പാകിസ്ഥാൻ ജനതയെ വഞ്ചിക്കുന്ന നയസമീപനങ്ങൾ സ്വീകരിക്കുന്നു. ട്രംപ് എന്താണോ പറയുന്നത്, ട്രംപ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഗാസയിലേക്ക് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാരെ നിയോഗിക്കണമെന്ന് പറയുമ്പോൾ ആ ഹമാസിനെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് ഗാസയിലേക്ക് അയക്കുന്നത് അതേ ഈ മുസ്ലിം പട്ടാളക്കാരെയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹമാസിനെ പോലും നിലയ്ക്ക് നിർത്തേണ്ട ഉത്തരവാദിത്തം പാക് പട്ടാളക്കാർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ മുസ്ലിമിനെതിരായിട്ടുള്ള സൈന്യമായിട്ട് പാകിസ്ഥാൻ സൈന്യം മാറേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അസീം മുനീർ കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനികൾക്കിടയിൽ അസീം മുനീറിനുണ്ടായിരുന്ന ആ ഒരു
സ്വീകാര്യത എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. ഇനി പാകിസ്ഥാനി ജനത ഒന്നടങ്കം ഈ അസീം മുനീറിനെതിരെ ചീമുട്ട എറിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തും. കണ്ണിൽ കണ്ടാൽ അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന തരത്തിലേക്ക് ഒരു വിഭാഗം അവിടെ വളർന്നു വരുന്നുണ്ട് പാകിസ്ഥാനിൽ. അസീം മുനീറിന്റെ ഈ പ്രവർത്തനങ്ങളോട് വിയോജിപ്പുള്ളവർ, അസീം മുനീറിന്റെ ഈ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തരായവർ, ആ അസംതൃപ്തരായ ആ ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയും ഒരു വലിയ ജനകീയ പ്രക്ഷോഭം പാകിസ്ഥാൻ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരുമ്പോൾ അസീം മുനീർ ഒന്നുകിൽ പലായനം ചെയ്യേണ്ടി വരും അങ്ങ് അമേരിക്കയിലേക്ക് തന്നെ, അല്ലെങ്കിൽ അസീം മുനീറിനെ പാകിസ്ഥാനികൾ നടു റോഡിൽ വസ്ത്രാക്ഷേപം നടത്തി ഈ പറയുന്ന ചീമുട്ടെറിഞ്ഞ് ആലങ്കാരികമായിട്ടെങ്കിലും അയാൾക്ക് അഭിഷേകം നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.